68 കിലോമീറ്റർ സിംഗിൾ ഓണർ HTX പ്ലസ് നമുക്ക് സൺറൂഫ് ക്രൂസ് കൺട്രോൾ ഒക്കെ വരുന്ന വണ്ടി ഫുൾ ഓണില് അത്യാവശ്യം നല്ല SUV അത് ബഡ്ജറ്റ് റേഞ്ചിൽ 3 ലിവകൾ വരുന്നുണ്ട്. ഫസ്റ്റ് ജനറേഷൻ ക്രെറ്റ അത് നമുക്ക് അത്യാവശ്യം നല്ല അൾട്രേഷൻ കാര്യങ്ങൾ നല്ല വൈഡ് വീലൊക്കെ ചെയ്തിട്ടുള്ളത്. ഡെയിലി യൂസിന് നല്ല മൈലേജ് കിട്ടുന്ന ഡീസൽ ബലേന വരുന്നുണ്ട്. SUV 300 വരുന്നുണ്ട്. ഇന്നോവ അതേപോലെ തന്നെ ടവേര. ഇത് നമുക്ക് വീണ്ടും ഡസ്റ്റർ അങ്ങനെ അത്യാവശ്യം 800കളും നല്ല ലിവകളുടെ കളക്ഷനൊക്കെ ഉള്ള ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. ഫസ്റ്റ് തന്നെ ഒരു ഓൾട്ടോ സാധാ ഒരു 800 MPF അല്ല വരുന്നത്. എത്രയാണ് നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും? ഇത് 2009 മോഡൽ പുതിയ പേപ്പർ എടുത്ത വണ്ടിയാ. 65 രൂപയ്ക്ക് കൊടുക്കണം. 65 രൂപ കൊടുക്കാൻ പറ്റും. ഡീസൽ ബസ് ലോ കിലോമീറ്റർ. അതേപോലെ തന്നെ ഓൾട്ടോ വരുന്നുണ്ട്. സ്വിഫ്റ്റ് ഡീസൽ അല്ല സ്വിഫ്റ്റ് വരുന്നത് 2010 മോഡൽ സ്വിഫ്റ്റ് VDI ഡീസൽ. എത്ര രൂപ ചെയ്യാൻ പറ്റും? ആകെ 90,000 ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ. ഇത് മാർക്കറ്റ് വിലനേക്കാൾക്ക് ഒരുപാട് നമ്മൾ ഡൗൺ ചെയ്തിട്ട് 1.90 നമുക്ക് ചെയ്യാം. ഫൈനൽ റേറ്റ് നെഗോഷ്യബിൾ ഇല്ലാത്ത റേറ്റ് ഇട്ടാ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ്. അത്യാവശ്യം നല്ല ബഡ്ജറ്റ് കാറുകൾ ബൈക്കിന്റെ പ്രൈസിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല അടിപൊളി കാറുകളുടെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. LFC കിങ്സിലാണ്. അപ്പോൾ നമ്മൾ ന്യൂ ഇയർ ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ല SUV കളക്ഷൻസ് ആണ് കൂടുതൽ വന്നിട്ടുള്ളത്. 7 സീറ്റേഴ്സ് ഉണ്ട്, ഇന്നോവകളുണ്ട്, MPകളൊക്കെ ഉള്ള നല്ല അടിപൊളി പാർട്ടാണ്. സോ ഒരു വീഡിയോ നിങ്ങൾ കാർ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ആദ്യത്തെ ഒരു കാർ കാണുമ്പോൾ വേഗം നെക്സ്റ്റ് അടിച്ചു പോകണ്ട, നിങ്ങൾക്ക് ഫുള്ള് കാണുക. നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. ഇനി പ്രീമിയം ലെവലിൽ വാഹനങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ട് നമ്മളെ കൂടെ ഉള്ളത് അച്ഛനാണ്. നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമസ്കാരം. നമ്മൾ LFC കിങ്സ് എങ്ങനെ നമുക്ക് എത്തിച്ചേരാം? ഈസി ആയിട്ട് പെരിന്തൽമണ്ണ പാലക്കാട് റോഡ് നേരെ പൊന്നിയാകുറിശി ബൈപ്പാസ് ജംഗ്ഷൻ. വേണമെങ്കിൽ നമുക്കൊരു റെഫറൻസിന് വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് ബുള്ളറ്റ് ഷോറൂം ഉണ്ട്. അപ്പൊ അവരിപ്പോ പുതിയതായിട്ട് വന്നതാണ്. അപ്പൊ നമ്മളെ ഈ ഒരു പൊന്നിയാകുറിശി ജംഗ്ഷനിൽ തന്നെ നമുക്ക് പ്രീമിയം കാസും എല്ലാം നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളി പാർട്ടാണ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഒരു കിഡ്ലൻ സബോമീറ്റർ SUV തുടങ്ങാം അല്ലെ? ഫുൾ ബ്ലാക്കില് അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ്. അതും ഡീസലില് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന കിയയുടെ സോണറ്റ് ഫുൾ ബ്ലാക്ക് HTK പ്ലസ്. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു? ഇത് 2020 മോഡൽ HTX പ്ലസ് മാനുവൽ വിത്ത് സൺറൂഫ് സിംഗിൾ ഓണർ വണ്ടി. 4 പുതിയ ടയർ. വണ്ടിക്കൊന്നും യാതൊരുവിധ ഫോൾട്ടുകളും ഇല്ല. മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. നമുക്ക് ഹൈ ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന വണ്ടി. ഷുവർ 100%. അത് നമുക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന അടിപൊളി വാഹനം. ഡീസലാണ്. 20 മുകളിൽ മൈലേജ് പ്രതീക്ഷിച്ചൂടാ. റണ്ണിങ്ങിൽ 20 ഈസി ആയിട്ട് കിട്ടും. ലോങ് ഒക്കെ പോവാണെങ്കിൽ 25 വരെ കിട്ടുന്നുണ്ട്. എന്തായാലും കിട്ടൂല. നമുക്ക് ക്രൂസ് കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഡീസലാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ് അങ്ങനെ A to Z ഫീച്ചേഴ്സ് കമ്പനി ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്ന ഒരു വാഹനം. നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് ഫുൾ ലോൺ വരെ അവൈലബിൾ ആണ്. വില വന്നിട്ട് നമുക്കൊരു 10.75 കൊടുക്കാം. 10.75 അത് നമുക്ക് ഫുൾ ഓൺ അവൈലബിൾ ആയിട്ടുള്ള ഒരു വാഹനമാണ്. റണ്ണിങ് കിലോമീറ്റർ എത്ര ആയിരുന്നു പറഞ്ഞത്? 68,000 കിലോമീറ്റർ സിംഗിൾ ഓണർ HTX പ്ലസ് നമുക്ക് സൺറൂഫ് ക്രൂസ് കൺട്രോൾ ഒക്കെ വരുന്ന വണ്ടി. ഫുൾ ഓണില് നമുക്ക് 10.75 അല്ലേ? ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണ്ടാവോ? പിന്നെ നിങ്ങൾ ഓട്ടോടെക്കിന്റെ ഒരു കസ്റ്റമർ വരുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയില്ല. പക്ഷെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇപ്പോഴത്തെ സ്ഥിതി കച്ചവടത്തിന്റെ ഒരു അവസ്ഥ അറിയാലോ. അപ്പൊ അതുകൊണ്ട് മാക്സിമം കമ്മിയാക്കി കൊടുക്കും. നമുക്ക് മാക്സിമം വില കുറച്ചിട്ടുള്ള റേറ്റിലാണ് കൊടുക്കുകയും ചെയ്യാം. അടുത്ത നമുക്കൊരു US ബ്രാൻഡ് ആണ്. ഡുവൽ ടൂളിൽ വരുന്ന റെഡ് ആൻഡ് ബ്ലാക്കിൽ ഒരു ജീപ്പ് കോമ്പസ്. നല്ല അടിപൊളി കളർ അല്ല? എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? 2018 മോഡലിൽ ലോജിറ്റ്യൂഡ് ആണ്. ഈ വണ്ടിന്റെ പ്രത്യേകത ഒരു സിനിമ സെലിബ്രിറ്റിന്റെ വണ്ടിയാണ്. ഇതിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. 1.15 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ ആണ്. 1.15 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ ഇല്ല? കറക്റ്റ് സർവീസ് ഉള്ള വണ്ടി. മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ ക്ലിയർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഇത് നമുക്ക് ഫുൾ ലോണിൽ കൊടുക്കാം. ഫുൾ ലോണിൽ ചെയ്യാൻ പറ്റും. ഒരു വണ്ടി എടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഫൈലായിട്ട് ഒരാൾ വന്നാൽ അയാൾക്ക് അത് ഫുൾ ലോണിൽ കൊടുക്കും. ഫുൾ ലോണിൽ നമുക്ക് ചെയ്യാൻ പറ്റും. റേറ്റ് നമ്മൾ പറഞ്ഞത് നമ്മൾ ആവശ്യപ്പെടുന്നത് 9.75 ആണ്. പക്ഷെ ഏകദേശം ഒരു പോക്കറ്റ് മണി കൂടി ചിലപ്പോൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ കഴിയും. അതായത് നമുക്ക് ക്യാഷ് ബാഗിൽ കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടി എന്ന് പറയാം. അത് നമുക്ക് ലോജിറ്റ്യൂഡ് ഡീസൽ വണ്ടി. സെഡാനിലോട്ടാണ് പോകുന്നത്. അത് ഡീസൽ വണ്ടി. മാരുതി സുസുക്കി സിയാസ്. നല്ല അടിപൊളി ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നൊരു വണ്ടി. ഏതായിരുന്നു മോഡല് കാര്യങ്ങള്? 2015 മോഡല് ZD പ്ലസ് ആണ്. 125 കിലോമീറ്റർ. സിംഗിൾ ഓണർ. വണ്ടി ക്വാളിറ്റി നമ്മൾ ക്വാളിറ്റി ഇല്ലാത്തൊരു സാധനം നമ്മുടെ കയ്യിൽ കുറവായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ആദ്യമേ തന്നെ പറയും.
ഒന്നും ചെയ്യേണ്ടതില്ല, എല്ലാം പെർഫെക്റ്റ് സർവീസ്, എല്ലാം ക്ലിയർ ആയിട്ടുള്ള വണ്ടിയാണ്. ഇതിന് നമുക്ക് ഏകദേശം ഒരു ഫുൾ ലോൺ കൊടുക്കാവുന്ന സാഹചര്യം ഉണ്ട്. ഫുൾ ഓൺലൈൻ നമുക്ക് ചെയ്യാൻ പറ്റൂല. അതെ, ഫുൾ ഓപ്ഷനിൽ ഫുൾ ലോഡ് വണ്ടി. അതെ. എത്ര ചോദിക്കുന്ന പറഞ്ഞ ഇത് നമുക്കൊരു ഫൈനൽ ഒരു 5,25,000 രൂപ. 5,25,000 അത് നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം സാധിക്കും. അത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം വീണ്ടും ആവർത്തിക്കുന്നു, കസ്റ്റമറുടെ പ്രൊഫൈലാണ് പ്രധാനം. അടുത്തതാണ് നമുക്കൊരു ഓഫ് റോഡർ ഇഷ്ടപ്പെടുന്നവർക്ക് നമുക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു അടിപൊളി വാഹനമാണ് നമ്മുടെ ഇസുസുവിന്റെ വി ക്രോസ് ഐ ക്രോസ്. 2016 മോഡൽ സെക്കൻഡ് ഓണർ 1.25 ഓടി വണ്ടിയാണ്. രാജാവ് എന്നൊക്കെ പറയുന്നത് ഇയാളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത്രയും ഫെസിലിറ്റീസ് കാര്യങ്ങൾ ഫംഗ്ഷൻസ് ഉള്ള ഓഫ് റോഡിനും ഓൺ റോഡിനും എല്ലാത്തിനും പറ്റിയൊരു വണ്ടിയാണ്. പിന്നെ ഇത് കുറച്ചും കൂടിയൊക്കെ നമ്മളൊരു സ്പോർട്ടി ആക്കി വെച്ചിട്ടുണ്ട്. ലോണും ഏകദേശം നല്ല പ്രൊഫൈലുള്ള ആൾക്ക് ഏകദേശം ഒരു 75%-80% ലോണും കയറും. അപ്പൊ ട്രാക്കിന്റെ ചെറിയ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം. അതായത് ബാക്ക് ഡോറൊക്കെ ആക്സസ് ചെയ്തുള്ള ഒരു 1.5 ലക്ഷം രൂപ ഡോറിന് മാത്രം ചെലവാണ്. അതായത് ഈ ഡോർ ഫിറ്റ് ചെയ്യുന്നതിന്. അപ്പൊ അത്യാവശ്യം അഡീഷണൽ ഫിറ്റിംഗ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? ഇത് നമ്മള് റീസണബിൾ റേറ്റിന് തന്നെ കൊടുക്കുന്നത്. 14.25 നമ്മൾ ആവശ്യപ്പെട്ടിരുന്നത്. ഇപ്പൊ നമ്മൾ ഏകദേശം നമ്മൾ ഈ ഇപ്പോഴത്തെ ഈ ന്യൂ ഇയർ ഇതിനനുസരിച്ച് മാക്സിമം കമ്മിയാക്കിയിട്ട് തന്നെ നമുക്ക് കൊടുക്കാം. ഒരു 14 ലക്ഷം രൂപയ്ക്ക് കിട്ടിയാൽ നമുക്ക് ഫൈനൽ ചെയ്യാം. ട്രാക്ക് ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 12 ലക്ഷം രൂപ ലോൺ കയറും. 2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റൂല. ചിലവരുടെ സ്വപ്ന വാഹനമാണ്. ഫ്രഷ് ഒക്കെ വാങ്ങണ അത്യാവശ്യം നല്ല എമൗണ്ട്. പുതിയ വണ്ടിക്ക് ഈ വണ്ടിക്ക് 32 ലക്ഷം രൂപ വിലയാണ്. അത്രയും 10-20 ലക്ഷം രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട്. 32 ലക്ഷം രൂപ ഓൺ റോഡ് വിലയുണ്ട് വണ്ടിയാണ്. പ്രത്യേകിച്ച് ഫീച്ചേഴ്സിലൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. ഇപ്പോഴും അതേ ഫീച്ചേഴ്സ് ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. അടുത്താണ് നമുക്കൊരു 7 സീറ്റർ ആണ്. അത് നമുക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഡീസൽ വണ്ടി മഹീന്ദ്ര SUV 500. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? ഇത് 2016 മോഡലാണ്. 2016 മോഡൽ ഓട്ടോമാറ്റിക് W10 ആണ്. അന്ന് W11 എന്ന് പറഞ്ഞ മാർക്കില്ല, W10 ആണ് ഉള്ളത്. W10നെ സംബന്ധിച്ച് സൺറൂഫ് വരും, ഓട്ടോമാറ്റിക് ആണ്, എല്ലാം കൊണ്ട് ഫെസിലിറ്റീസ് ഉള്ള വണ്ടിയാണ്. അപ്പൊ നമുക്ക് ആകെ ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ള വെറും 66,000 കിലോമീറ്റർ ജെനുവിൻ കമ്പനി സർവീസ്. അപ്പൊ 7 സീറ്റർ ആണ്, ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. അതെ, നമുക്ക് സൺറൂഫ് വരെ വരുന്ന വണ്ടി. അതെ അതെ. അപ്പം നമുക്ക് ചെറിയ കിലോമീറ്റർ ആണ്. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? ഇത് നമുക്ക് നമ്മള് കമ്മിയാക്കിട്ട് കൊടുക്കുന്നത് ഒരു എന്താ പറയാ, ഇതിന്റെ ഒരു കമ്പാരിറ്റീവ്ലി മറ്റുള്ളവരെ വണ്ടികളെക്കാളും കുറച്ചിട്ട് നമ്മൾ 8,90,000 രൂപ കൊടുക്കും. 8 ലക്ഷം രൂപ ലോൺ ഇട്ട് കൊടുക്കും. 90 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക് വിത്ത് സൺറൂഫ് വരുന്ന ഈ വണ്ടി നമുക്ക്. അത് മാത്രമല്ല ലോ കിലോമീറ്റർ 6,000 കിലോമീറ്റർ 7 സീറ്റർ വീണ്ടും നമ്മളൊരു 7 സീറ്ററിലേക്കാണ്. മാരുതി സുസുക്കി എർട്ടിഗ. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2022 ആണ് വണ്ടി. മോഡൽ 21 ആണ്. 22 രജിസ്റ്റർ 21 മോഡല്. 50 കിലോമീറ്റേഴ്സ് ആണ്. ZXi ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ആണ്. അല്ല, പെട്രോളിലെ ഏറ്റവും ഫുൾ ലോഡില് ഓട്ടോമാറ്റിക് വണ്ടി. സ്മാർട്ട് ഹൈബ്രിഡ് ആണ്. മൈലേജ് അത്യാവശ്യം ഉണ്ട്. അപ്പൊ നമുക്ക് ചെറിയ കിലോമീറ്റർ ആണ് വന്നിട്ടുള്ളത്. ഓൺഷിപ്പ് സിംഗിൾ അല്ലായിരുന്നു? ഓണർഷിപ്പ് ഇത് സെക്കൻഡ് ആണ് വരുന്നത് അല്ലേ? എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 10,75,000 രൂപയ്ക്ക് കൊടുക്കും. 10,75. ZXi ഓട്ടോമാറ്റിക് ആണ്. ഏകദേശം നമുക്ക് ഫ്രഷിനൊക്കെ ഏകദേശം എത്ര രൂപ? 15 സംതിങ് വിലയുണ്ട് വരുന്നുണ്ട്. നമുക്ക് 50,000 കിലോമീറ്റർ സെക്കൻഡ് ഓണറിൽ ഓട്ടോമാറ്റിക് നമുക്ക് കൊടുക്കാം. ഏകദേശം നമുക്ക് എത്ര രൂപ വരെയൊക്കെ ലോൺ ചെയ്യാൻ പറ്റും? 10 ലക്ഷം വരെ ലോൺ കയറും. നല്ല പ്രൊഫൈല്. അപ്പൊ ചെറിയ ഡൗൺ പേയ്മെന്റ് ഇതെല്ലാം ചെറിയ ഡൗൺ പേയ്മെന്റിൽ കൊടുക്കാൻ പറ്റുന്നത്. കാരണം മെയിൻ ആയിട്ട് കസ്റ്റമറുടെ പ്രൊഫൈൽ തന്നെയാണ് നമ്മുടെ പ്രധാനം. ഇത് നമുക്ക് വീണ്ടും ഒരു കിട്ടുന്ന സെഡാനിലോട്ടാണ് വരുന്നത്. ടയോട്ട കൊറോള ഓൾട്ടിസ് അല്ലേ? അതെ, ഇത് 2013 മോഡലാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ടയോട്ട ഷോറൂമിൽ നിന്ന് ഫുൾ മെയിൻ്റെനൻസ് ചെയ്ത് ഇറക്കിയിട്ടുള്ള വണ്ടിയാണ്. അതായത് 2,75,000 രൂപയോളം ഇപ്പോൾ ഒരു റീസെന്റ്ലി എല്ലാം ചെയ്തിട്ട് ഓവറോൾ എല്ലാം കറക്റ്റ് ചെയ്തിട്ട് ഇറക്കിയിട്ടുള്ള വണ്ടിയാണ്. ഇത് നമുക്കൊരു റീ രജിസ്ട്രേഷൻ വണ്ടിന്റെ വിലക്ക് കൊടുക്കണം നമ്മള്. 5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കും. 5 ലക്ഷം രൂപ ഫൈനൽ വില. 13 മോഡൽ ഒറിജിനൽ കേരളയാണ്. നമുക്ക് ലോൺ സൗകര്യം ഉണ്ടാവും. ലോൺ നമുക്കിത് ഏകദേശം ഒരു 4 രൂപ വരെയൊക്കെ ലോൺ കൊടുക്കാം. 4 രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാം. അപ്പൊ ചെറിയ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വണ്ടി ഇറക്കാം. വീണ്ടും നമുക്ക് സെഡാനിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് സിറ്റി. ഡീസലാണ്. 2015 മോഡൽ റീ രജിസ്റ്റർ വണ്ടിയാണ്. വണ്ടിയാണ്. ഡീസൽ വണ്ടിയല്ലേ? ഡീസൽ. സോ നല്ല മൈലേജ് എന്തായാലും കിട്ടൂല. അതെ അതെ. അഡീഷണൽ അലോയ്സ് ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒറിജിനൽ ടച്ച് സ്ക്രീന് കാര്യങ്ങളെല്ലാം എല്ലാം വരുന്നുണ്ട്. ഒരു സൺറൂഫിന്റെ കുറവുണ്ട്. ബാക്കി അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻബിൽറ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്.
കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ ഇത് റീ രജിസ്റ്റർ വണ്ടി ആയതുകൊണ്ട് നമ്മള് അതിനൊരു ഗ്യാരണ്ടി പറയില്ല. അതിൽ കാണുന്നത് 1.40 ആണ്. ഓക്കെ, പക്ഷെ എഞ്ചിന് മെക്കാനിക്കല് അതൊക്കെ പക്ക, അല്ല അതൊക്കെ നമ്മൾ നോക്കിയിട്ടല്ലേ എടുക്കുള്ളൂ. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 460 കൊടുക്കാം. 460 നമ്പറായ വണ്ടി, ഡീസൽ വണ്ടി, ഹോണ്ട സിറ്റി 2015 മോഡൽ 460. ലോണ് നമുക്ക് എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ ഇത് റീ രജിസ്റ്റർ വണ്ടി ആയതുകൊണ്ട് നമുക്കൊരു 3.5 വരെയൊക്കെ നമുക്ക് ലോൺ ചെയ്യാം. 1 ലക്ഷം രൂപ വണ്ടി ഇറക്കാം. അടുത്തൊരു പെട്രോൾ സ്വിഫ്റ്റ് അല്ലേ? അതെ. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2017 മോഡലാ. 1,25,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത്യാവശ്യം മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഓക്കെ, എത്ര നമ്മൾ ചോദിക്കുന്നതിന്? ഇത് നമുക്കൊരു 4.25 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? വണ്ടി ഏകദേശം ആ റേറ്റിന് തന്നെ ഇറക്കാം. ഫുൾ ഓൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അടിപൊളി വണ്ടിയാണ് അല്ലേ? അടിപൊളി ആളുണ്ട്. മോന്റെ പേര് പറഞ്ഞേ. അപ്പൊ നമ്മള് ക്രിസ്റ്റയില് നമ്മളൊരു മോന് വണ്ടിയൊക്കെ ഇഷ്ടമാണോ? വണ്ടിയെ ഇഷ്ടം? ബ്രസ്. അത് നമ്മുടെ ഇവിടെ ഉള്ള ഒരു പാർട്ണർ കൂടിയായിട്ടുള്ള ആളുടെ മകനാണ്. ഓക്കെ, ഇത് 2017 മോഡലാ. 2017 മോഡൽ വി വണ്ടിയാണ്. 1,05,000 കിലോമീറ്റർ. ഒറിജിനൽ കേരള വണ്ടി? ഒറിജിനൽ കേരള, കറക്റ്റ് സർവീസ് വണ്ടി. കറക്റ്റ് സർവീസ് വരുന്നത്. ഓക്കെ, ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. പക്ക ഹൈ ക്വാളിറ്റി വണ്ടി. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1,05,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർ. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒറിജിനൽ കേരളയാണ്. ഈ നമ്പറായ വണ്ടികളുടെ ബഹളത്തിനിടയിൽ ഒറിജിനൽ കേരള തെരഞ്ഞു വരുന്നവർക്ക് മാത്രമേ ഇത് പ്രിഫർ ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം നമ്പറായ വണ്ടികൾക്ക് കുറച്ച് വില കുറവുണ്ടാവും. ഇത് എന്നാൽ ഓവറായിട്ട് വിലയില്ല. നമ്മളിത് 17,25,000 രൂപ കൊടുക്കും. 17,25 വി ഓപ്ഷൻ വണ്ടി. ഏകദേശം നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ ഒരു 15 ലക്ഷം രൂപ ചെയ്ത് കൊടുക്കാം. നമുക്ക് ലോൺ ചെയ്യാം. നമ്മളെ കുട്ടൂസിന്റെ ഇഷ്ടവാനാണ്. അത് ഡീസൽ വണ്ടി അല്ലേ? ബ്രസ്സ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. എങ്ങനെയായിരുന്നു അച്ഛാ ഡീറ്റെയിൽസ് വരുന്നത്? 2018 മോഡൽ ZDI+ ആണ്. ഡീസൽ. ആളുടെ ഇഷ്ടവാനാണ്. ഇത് 80,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർ. നമുക്കിത് ഏകദേശം ഫുൾ ലോൺ ഇട്ട് കൊടുക്കാം. ഫുൾ ലോണിൽ കൊടുക്കാം. ഡീസൽ വണ്ടിയാണ്. അതും ഫുൾ ഓപ്ഷൻ മാനുവൽ അല്ലേ? അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങള് എല്ലാം വരുന്ന ഒരു വണ്ടിയാണ്. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 80 കിലോമീറ്റേഴ്സ് ആണ്. സെക്കൻഡ് ഓണർ ആണ്. വില വന്നിട്ട് നമ്മൾ 8,60,000 രൂപ ആവശ്യപ്പെടുന്നു. ചെറിയ എന്തെങ്കിലും വേരിയേഷൻ ചെയ്യാം. ഒരു 8 ലക്ഷം രൂപ ലോൺ ഇട്ട് കൊടുക്കാം. 10-60 രൂപ സുഖമായിട്ട് നമുക്ക് നല്ല പ്രൊഫൈലായിട്ട് ഒരാളും കൂടി വന്നാൽ മതി. നമ്മൾ ഏതും കൊടുക്കാം. നമുക്ക് മാക്സിമം നമുക്ക് ഫുൾ ഓൺ വണ്ടി കൊടുക്കാം. 2 ലിവകൾ വരുന്നുണ്ട്. 3 വരുന്നുണ്ട്. ഇത് എങ്ങനെയായിരുന്നു? ഇത് 2017 VDI ആണ്. സോറി, VD ആണ്. ഒറിജിനൽ കേരള. 85,000 കിലോമീറ്റർ. ഡ്യുവൽ ടോണിൽ വരുന്ന സാധനം. ഡീസലാണ്. നമുക്കൊരു 670 കൊടുക്കാം. ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ഇത് നമുക്കൊരു 5 ലക്ഷം രൂപ ലോൺ കിട്ടും. കാരണം ഇതിന്റെ ഫണ്ടിങ് ഇപ്പൊ കുറച്ച് കമ്മിയാക്കിയിരിക്കണം. ഓക്കെ, ലിവ നമുക്ക് 5 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ. അതേ സെയിം സാധനം തന്നെ. പെട്രോള് 2016 മോഡല്. 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് നമുക്കൊരു 4,90,000 രൂപ കൊടുക്കും. 490 ലോൺ. 4.5 ലക്ഷം രൂപ ലോൺ ഇട്ട് കൊടുക്കാം. 50 രൂപ വണ്ടി ഇറക്കാം. ബ്ലാക്ക്. അതേ ഡീസലിന്റെ നമ്പർ ആയത് അപ്പുറത്ത് എടുക്കുന്നു. ഓക്കെ, ഇതെങ്ങനെയാണ് നമുക്ക് റേറ്റ്? ഇത് 2016 മോഡലാണ്. ഇത് നമുക്കൊരു 4.25 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 4.25 ലക്ഷം രൂപക്ക് നമുക്ക് ഏകദേശം എത്ര പേരൊക്കെ? ഇതുമ്പോൾ ലോൺ ഒരു 3.5 ലക്ഷം വരെ വരും ചെയ്യാൻ പറ്റും. അടുത്ത നമുക്ക് ക്രെറ്റയാണ്. ക്രെറ്റയുടെ ഫസ്റ്റ് ജനറേഷൻ എന്നും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ്. അപ്പോൾ നല്ല അടിപൊളി ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി XX ഡുവൽ ടൂണിൽ വരുന്ന ഒരു ക്രെറ്റ. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? ഇത് 2017 മോഡലാണ്. സെക്കൻഡ് ഓണർ ആണ്. 125 കിലോമീറ്റർ. കറക്റ്റ് സർവീസ്. പീരിയോഡിക്കൽ സർവീസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന വണ്ടിയാണ്. അഡീഷണൽ അലോയ്സ് അലോയ്സ് കുറച്ച് ബലൂൺ ടൈപ്പ് അലോയ്സ്. എന്നാൽ RTOന്റെ പ്രശ്നങ്ങളില്ലാത്ത സൈസാണ്. എല്ലാം കൊണ്ട് ബെറ്റർ ആണ് വണ്ടി. എത്ര ചോദിക്കുന്നത്? ഇത് 7,90,000 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്ന 7.5 ലക്ഷം രൂപ ലോൺ ഇട്ട് കൊടുക്കും. 50 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ക്രെറ്റ ഇറക്കാം. വെറും 50,000 രൂപ സ്പോർട്ടി ലുക്കുള്ള വണ്ടി. വെറും 50,000 രൂപ. ഇതിന്റെ തന്നെ നമ്മുടെ അടുത്ത് 2016 ഓട്ടോമാറ്റിക് ഉണ്ട്. ഡീസൽ ഓട്ടോമാറ്റിക് 2016 മോഡൽ. 130 കിലോമീറ്റർ. വണ്ടി ഇതേപോലെ തന്നെ ഫസ്റ്റ് ജനറേഷൻ വണ്ടി. നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടി. അത് നമുക്കൊരു 7.80 കൊടുക്കാം. 7.80 2016 മോഡല്.
7 ലക്ഷം റുപ്യ ലോൺ ഇട്ട് കൊടുക്കും. 80,000 രൂപ വണ്ടി ഇറങ്ങും. അതെ അതെ. ഈ വി ക്രോസിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 2016 നമ്മൾ നേരത്തെ കണ്ട ബ്ലാക്കിന്റെ സിൽവർ കളർ, സെയിം ഓപ്ഷൻ, സെയിം ലുക്ക്, സെയിം ഇയർ. എത്ര രൂപയ്ക്ക് ചെയ്യാം? അതേ സെയിം വിലക്ക് കൊടുക്കാം. നമുക്ക് 14,400 കൊടുക്കാൻ പറ്റില്ല. അടുത്തൊരു ടൈപ്പ് 4 വരുന്ന ഒരു ഇനോവ, അതും വൈറ്റ് അല്ലേ? റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്, 2014 ഓക്കെ. ഇത് റീസെന്റ് നമ്പർ ആയിട്ടുള്ള വണ്ടിയാ. ഓക്കെ. ഇത് വണ്ടി നമുക്കൊരു നമ്മള് നമ്പർ ആയിട്ടാണ് കൊടുക്കുന്നത്, NOC-ലല്ല. KL 55 നമ്പർ ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു 7,30,000 രൂപ കൊടുക്കും. 2014 മോഡലാണ്. 14 മോഡൽ അല്ലേ? A50 7,30 കൊടുക്കാം. A30 കൊടുക്കാം. ലോൺ നമുക്ക് എത്ര വരെ ചെയ്യാം? ലോൺ ഒരു 6 ലക്ഷം റുപ്യ ലോൺ ഇട്ട് കൊടുക്കാം. 6 ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാം. ഇതാണ് നമുക്കൊരു SUV 300 അല്ല? അതായത് നമുക്ക് നല്ല മൈലേജ്, അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന, സൺറൂഫ് വരെ വരുന്ന ഒരു കിഡ്ലം വാഹനം. എങ്ങനെയായിരുന്നു? മഹീന്ദ്രന്റെ പ്രസന്റ് ജെൻ വണ്ടിയാണ് ഇതൊക്കെ. ഓക്കെ. നല്ല മൈലേജ് കിട്ടുന്ന മൈലേജ് രാജാവാണ്. ഡീസലാണ്. W6-ല് ഓട്ടോമാറ്റിക് ആണ്, സോറി മാനുവൽ ആണ്, വിത്ത് സൺറൂഫ്. വിത്ത് സൺറൂഫ്. അത് ഡീസൽ വരുന്ന വണ്ടി, അതും 42,000 കിലോമീറ്റർ. ഓക്കെ. ഇതിന് ഫുൾ ലോൺ നമ്മൾ കൊടുക്കാണ്. ഫുൾ ലോൺ അല്ലേ? ഫുൾ ലോണില്. ഫുൾ ലോണില് ഡീസൽ വണ്ടിയാണ്. 20 മുകളിൽ തന്നെ മൈലേജ് പ്രതീക്ഷിക്കുക. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ മൈലേജ് ഉള്ള രാജ സോണറ്റിന്റെ ഒക്കെ അതേ റേഞ്ചിൽ പോകുന്ന വണ്ടി. അതിനേക്കാളും ബോഡി ബിൽഡപ്പ് ക്വാളിറ്റി കൂടുതലാണ്. അത് തന്നെയല്ല, ബോഡി വെയിറ്റ് കൂടുതലാണ്. പിന്നെ സൈസ് കുറച്ച് നമ്മുടെ ക്രെറ്റേന്റെ ഒക്കെ സൈസിലേക്ക് വരും വണ്ടി. ഓക്കെ. ഫുൾ ഓൺ ചെയ്യാം. അടുത്തോണ്ട് വീണ്ടും നമുക്ക് മൈലേജ് നോക്കുന്ന ഒരു ഡീസൽ ഒരു ബലേന വരുന്നുണ്ട്. റെഡ്. എങ്ങനെയായിരുന്നു മോഡൽ? 2018 മോഡലിൽ ഡെൽറ്റയാണ്. സിംഗിൾ ഓണർ വണ്ടി, 80,000 കിലോമീറ്റർ. നമുക്കൊരു 5,90,000 രൂപ കൊടുക്കും. 5,90,000 അല്ലേ? ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ഫുൾ ലോണും കൊടുക്കും. ഫുൾ ലോൺ ചെയ്യാം. 0 ഡൗൺ പേയ്മെന്റ്. പിന്നെ നല്ല കസ്റ്റമർക്ക് നമ്മൾ ഫുൾ ലോൺ കൊടുക്കല്ലേ? ഫുൾ ലോൺ തന്നെ കൊടുക്കാം. അപ്പൊ നമുക്ക് ഇനി ഒത്തിരി കളക്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. എല്ലാ വാഹനങ്ങളും കാണിച്ചിട്ടില്ല. അപ്പൊ ഏത് റേഞ്ചിലെ ഏത് വാഹനങ്ങൾ വേണമെങ്കിലും നമ്മൾ ലഫ്സി കിങ്സിന്റെ നമ്പർ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ലൊക്കേഷൻ നമുക്ക് വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ നമുക്ക് പൊന്നാംകുറിശി ജംഗ്ഷനിലാണ്. റോയൽ എൻഫീൽഡിന്റെ ഷോറൂം ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നൊരു വീണ്ടും കാണാം. റിയാസ് സൈനിങ് ഓഫ്.